നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഒറ്റയ്ക്ക് വരണ്ട, ചന്ദ്രികാമ്മയും മാധവനച്ഛനെയും കൂടെ കൂട്ടിക്കോ. പഴഞ്ചിറ ക്ഷേത്രത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, നീ വരണം. അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വരണമെന്നോ? അതെ, എനിക്ക് പറയാനുള്ളത് അവരും കൂടി അറിയണം. വന്ദന ചേച്ചി ഡിലീറ്റ് ചെയ്തേക്കാം. ഞാൻ വർഷയുടെ ഫോണൊന്ന് നോക്കിയതാ. അയ്യോ, ഭയങ്കര പഴഞ്ച മോഡലായി. ഞാൻ വർഷയ്ക്ക് വില കൂടിയൊരു ഫോൺ വാങ്ങിച്ചു തരാം. അല്ല, നീ ചായ എടുത്തില്ലേ? ആദ്യം പോയി ചായ എടുത്തിട്ടോ. ചെല്ല്. ഇതെന്താ? അത് ഇതിവിടെ വെച്ചാ ഫോണിൽ വിളിച്ചാ കിട്ടോ? വർഷേ, മൊബൈൽ ജാമർ വെച്ചാലും ഫോൺ വിളിക്കാൻ പറ്റുന്ന ഫോൺ ഉണ്ടോ മാർക്കറ്റില്? എന്തിനായിട്ടാ ഈ വീട്ടില് മൊബൈൽ ജാമർ? പക്ഷേ ബിസിനസിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കയറുമ്പോ നമ്മുടെ സ്വകാര്യതയിലേക്ക് ആരും ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കാനാ. അപ്പോ എല്ലായിടത്തും വെച്ചിരിക്കുന്ന ഒളി ക്യാമറകളോ? അത് സ്വകാര്യത ഇല്ലാതാക്കല്ലേ ഉള്ളൂ. പക്ഷേ അത് പേടികൊണ്ടാ. ഇത് ഒരു ഒറ്റപ്പെട്ട ബംഗ്ലാവല്ലേ? ഈ കുറുവാ സംഘങ്ങളെ പോലുള്ള കള്ളന്മാര് വന്ന് എന്റെ വർഷം ഉപദ്രവിച്ചാലോ? അതുകൊണ്ടല്ല. വർഷയ്ക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി മുതൽ ഒന്നും വേണ്ട, എല്ലാം മാറ്റിയേക്കാം. ഓക്കെ അല്ലേ? ഈ കുന്തം ഇപ്പോ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? ഓക്കെ ആയില്ലേ? ഇനി ഒരു വർഷ സ്പെഷ്യൽ ടീങ് എടുത്തോണ്ട് വാ. ചെല്ല്. ചെല്ല് ചെല്ല് വർഷേ. രക്ഷപ്പെട്ടു. അവളെല്ലാം വിശ്വസിച്ചു. പെൻ ക്യാമറ ഇതിന് എവിടെ വെക്കാം? ഇവിടെ കറക്റ്റ് വ്യൂ ആയിരിക്കും. ഇവിടെ ഇരിക്കട്ടെ.
ഹലോ വന്ദന, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. ജഗ, ഞാനിപ്പോ ഒന്നും കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. വന്ദന, എനിക്ക് നിന്നോട് പറയാനുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നീ ഒറ്റയ്ക്ക് വരണ്ട. ചന്ദ്രികാമിയും മാധവനച്ഛനെയും കൂടെ കൂട്ടിക്കോ. പഴഞ്ചിറ ക്ഷേത്രത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. നീ വരണം. അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വരണമെന്നോ? അതെ, എനിക്ക് പറയാനുള്ളത് അവരും കൂടി അറിയണം. അതൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. ജഗൻ കാര്യം എന്താണെന്ന് വെച്ചാ പറ. വന്ദന, ഫോണിൽ പറയാനുള്ള കാര്യമല്ല, നേരിട്ട് പറയണം. ഇനി വിക്രമിനെ കുറിച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ അച്ഛനെയും അമ്മയെയും കൂട്ടാൻ പറയില്ലല്ലോ. വിക്രമിന്റെ സംശയരോഗത്തെക്കുറിച്ച് ജഗനിനെ അറിഞ്ഞു കാണോ? അതോ എന്റെ കഴുത്തിലെ താലി കെട്ടിയവനെ കുറിച്ച് ജഗനിനെ അറിഞ്ഞു കാണോ? ഹലോ വന്ദന, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ക്ഷേത്രത്തിലുണ്ട്. ഹലോ, വന്ദന എത്തില്ലേ? വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ജഗനല്ലേ വിളിക്കുന്നത്, ഉറപ്പായിട്ടും വരും. ഓക്കെ. ജഗനാണല്ലോ വിളിക്കുന്നത്. ആ മോനെ പറയൂ. അമ്മേ, ഞാനിപ്പോ ക്ഷേത്രത്തിലുണ്ട്. ഇപ്പൊ ആൾക്ക് ഭക്തി അല്പം കൂടുതലാണെന്ന് തോന്നുന്നല്ലോ. കല്യാണമൊക്കെ അടുത്തത് കൊണ്ടായിരിക്കും അല്ലേ? താലി കെട്ട് കഴിഞ്ഞവൻ എന്ത് കല്യാണം? അമ്മേ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. അച്ഛനും അമ്മയും വന്ദനയും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരണം. ഞാൻ പഴഞ്ചിറ ക്ഷേത്രത്തിൽ കാത്തു നിൽക്കുക. എന്തിനാ മോനെ വന്ദനയെ കൂട്ടി വരുന്നത്? അത് പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മേ. നേരിട്ട് കാണുമ്പോ പറയാം. ഈശ്വര, ഇനി വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയ ആളിനെ കുറിച്ച് പറയാനായിരിക്കോ? ഈശ്വര, അങ്ങനെയാണെങ്കിൽ മാധവേട്ടൻ... അല്ല ജഗ, വന്ദനെ കൊണ്ടുവരുന്ന കാര്യം ഓക്കെ, പിന്നെ എന്തിനാ മാധവേട്ടൻ? ഞാൻ സീരിയസ് ആയ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോ അച്ഛനും വന്ദനയും കൂടെ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. മോനെ, കഴിഞ്ഞ തവണ മോനെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത് മോൻ മറന്നോ? ഇല്ലമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.